കടപ്പുറത്ത് നിന്നവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടാണ് ദാണ്ട ഈ കട്ടമരം ലാൻഡായിരിക്കുന്നത്. സംഭവം വേറൊന്നുമല്ല, അതിലുള്ള മീൻ തന്നെയാണ് കാരണം. മീസയും പൊടുതാട്ടിയായിരുന്നു എന്നു മുതൽ ഒത്തമരത്തിൽ. ഇത്തരം കൊമ്പന്മാർ ഇതുപോലുള്ള കട്ടമരത്തിൽ പിടിച്ചുകൊണ്ട് വരാറില്ല. കാരണം പിടിക്കാൻ പറ്റില്ല, ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത്തരം ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ രണ്ട് തൊഴിലാളികൾ വളരെ സാഹസികമായിട്ട് ഈ മീനെയും പിടിച്ച് കരയിലേക്ക് ലാൻഡ് ആയിരിക്കുന്നത്. ഇതാ ഈ മീൻ കൊമ്പൻ, നമ്മുടെ തള പോലുള്ള മീനുകൾ ചൂണ്ടൽ പിടിച്ച ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഭയങ്കര പാടാണ്. അതിൻ്റെ കൂടെ ഓടേണ്ടി വരും. എഞ്ചിൻ വൽകൃത, അതായത് നമ്മുടെ ഈ ഔട്ട് ബോർഡ് എഞ്ചിനുള്ള വള്ളങ്ങളൊക്കെ ആ മീനിൻ്റെ കൂടെ ഓടിയിട്ടാണ് അതിനെ തളർത്തി പിടിക്കുന്നത്. പക്ഷേ ഈ കട്ടമരത്തിൽ നിന്നുകൊണ്ട് ഇവർ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് വെച്ചാൽ അത് അവരുടെ കഴിവ് തന്നെയാണ്. ഇപ്പം വേറൊരു പ്രവണതയും കൂടെ കണ്ടുവരുന്നു. ആൾക്കാർ ഈ എഞ്ചിൻ വള്ളത്തിൽ പോകുന്നതിൽ നിന്ന് മാറി കട്ടമരങ്ങൾ വാങ്ങിക്കുകയാണ്. സ്വന്തമായിട്ട് ഒരു കട്ടമരം, ചെറിയ കട്ടമരം വാങ്ങിച്ച് അതിനകത്ത് സുനാമി മരമാണിത്, കട്ടമരത്തിന്റെ ഒരു രൂപമാറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ വീണ്ടും കട്ടമരത്തിലേക്ക് പോകുന്നു. എഞ്ചിൻ വൽകൃത ബോട്ടുകളിൽ പോയിട്ട് ഒരുപാട് പൈസ ചിലവാകുന്നുണ്ട്. പക്ഷേ അത്രയും ചിലവാകുന്നതിനനുസരിച്ച് മീൻ കിട്ടുന്നില്ല. മാസത്തിൽ 1-2 പ്രാവശ്യം മാത്രം ചിലപ്പോൾ മീൻ കിട്ടിയായി. ബാക്കിയുള്ള ദിവസങ്ങൾ കടം തീർക്കാൻ പോലും അവർക്ക് ഈ എഞ്ചിനുള്ള വള്ളത്തിൽ പറ്റുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇവരിപ്പോൾ കട്ടമരത്തിലൊക്കെ പോയി തുടങ്ങിയിരിക്കുന്നത്. കട്ടമരത്തിൽ പോയി കൊമ്പനെ വരെ പൊക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, സാധാരണ കട്ടമരത്തിൽ പോകുന്ന ഒരു തുച്ഛമായ കുറച്ച് മീനുകൾ കൊണ്ടുവന്ന് വിറ്റ് പോകുന്നവരാണ്. പക്ഷേ ഇത് കൊമ്പനെ പൊക്കി ഇവർ ആകെപ്പാടെ എല്ലാവരും ഞെട്ടിച്ചിരിക്കുകയാണ്. എന്തായാലും ഇതുപോലെയുള്ള കൗതുകകരമായ സാഹസികമായ മറ്റു വീഡിയോകളുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതോടൊപ്പം കൂടുക. 2850